പ്രിയപ്പെട്ടവരെ, ഞാൻ ഉൾപ്പെടുന്ന സംഘം ഇന്ന് കയറാൻ പോകുന്നത് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഏർവാടിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന സിക്കന്ദർ മലയിലേക്കാണ് കേട്ടോ. കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കയറാൻ അല്പം ധൈര്യത്തോടൊപ്പം ആരോഗ്യവും വേണമെന്നുള്ള കാര്യം. അത്രയധികം പടവുകളും കുത്തനെയുള്ള മലനിരകളും കടന്നിട്ട് വേണം അങ്ങോട്ടെത്താൻ. പക്ഷെ അവസാനം ആ മഹാനവറുകളുടെ മഖാം കാണുമ്പോഴുണ്ടാകുന്ന ഒരു ഊർജമുണ്ടല്ലോ, അത് എത്ര പറഞ്ഞാലും മതിയാവൂല. ഒരിക്കലെങ്കിലും പോയവർക്ക് മാത്രമേ മനസ്സിലാവൂ. ഇനി സ്വല്പം സിക്കന്ദർ മലയുടെ ചരിത്രത്തിലേക്ക് പോകാം. മധുരയിലെ തിരുപ്പറക്കുണ്ടത്ത് സ്ഥിതി ചെയ്യുന്നതാണ് സിക്കന്ദർ ബാദ്ഷയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ മല. ഒറ്റനോട്ടത്തിൽ ഇതൊരു കുന്നല്ല, മറിച്ച് നൂറ്റാണ്ടുകളായിട്ടുള്ള മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു അടയാളമാണ്. ജൈനന്മാരുടെയും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മാനവ സൗഹാർദ്ദത്തിൻ്റെ ഇന്നും അവശേഷിക്കുന്ന തിരുശേഷിപ്പാണ് ഈ മല. മധുര ഭരിച്ചിരുന്ന സുൽത്താൻ അലാവുദ്ദീൻ സിക്കന്ദർ ഷായുടെ മക്ബറയാണ് കല്ലറയായി ഇവിടെയുള്ളത്. മധുര സുൽത്താനേറ്റിൻ്റെ അവസാന ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മദീനയിൽ നിന്ന് തമിഴ്നാട്ടിൽ ഏർവാടിയിലെത്തിയ ഹസ്രത്ത് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാത്തുഷാ തങ്ങൾ റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം ജിദ്ദയുടെ ഗവർണറായിരുന്ന സിക്കന്ദർ ബാത്തുഷാ റളിയല്ലാഹു തആല അൻഹുവും കൂടെ എത്തിച്ചേർന്നു. ഇസ്ലാമിക പ്രബോധനവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ പോരാട്ടങ്ങളെയും തുടർന്ന് തമിഴ്നാട് ഭരിച്ചിരുന്ന തിരുപ്പാണ്ഡ്യരും ഇബ്രാഹിം ബാത്തുഷയുമായി യുദ്ധമുണ്ടാവുകയും ആ യുദ്ധത്തിൽ ഇബ്രാഹിം ബാത്തുഷ ജയിക്കുകയും ചെയ്തപ്പോൾ മധുരയിലെ സുൽത്താനായി സിക്കന്ദറിനെ ബാത്തുഷ നിയമിച്ചു. ജാതിമത അതിർവരമ്പുകളില്ലാതെ സമാധാനമായി ക്ഷേമ താൽപര്യഭരണമായിരുന്നു പിന്നീടങ്ങോട്ട് മധുരയിൽ. യുദ്ധത്തിൽ തോറ്റ പാണ്ഡ്യരാജാവ് തിരുപ്പതിയിലേക്ക് പോവുകയും വലിയ സൈന്യവുമായി തിരിച്ചു വന്ന് മധുര പിടിച്ചടക്കുകയും ചെയ്തു. പിന്നീട് സിക്കന്ദർ ഈ മലയിൽ ആത്മീയതയുമായി ജീവിക്കുകയും ആ ഘട്ടത്തിൽ പാണ്ഡ്യരാജാക്കന്മാരുടെ സൈന്യം വളഞ്ഞിട്ട് ആക്രമിക്കുകയും വധിക്കുകയുമാണ് ഉണ്ടായത്. ആ ആക്രമണത്തിൽ 10ഓളം സഹാബാക്കളും സിക്കന്ദറിനോടൊപ്പം ഷഹീദായി. അവരുടെ എല്ലാ മക്ബറ ആ കുന്നിൻ മുകളിൽ പലയിടങ്ങളിലായി നമുക്ക് കാണാം. ഏർവാടി സന്ദർശിക്കുന്ന നാനാ മനുഷ്യരും ഇന്നും ആ മല സന്ദർശിക്കാറുണ്ട്. വലിയ 2 പാറകൾക്ക് നടുവിൽ അടക്കം ചെയ്ത മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ഉറൂസ് റജബ് മാസം 17-നാണ് നടക്കുന്നത്.